യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൻ്റെ നേരിട്ട് ആ കെടുതികൾ നമ്മളാണിപ്പോൾ നമ്മുടെ അടുക്കളയിൽ അത് എത്തിയിരിക്കുന്നു, നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രധാന കാര്യം ഇപ്പം നമ്മൾ ഇലക്ഷനിലാണെങ്കിലും രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ ആണെങ്കിലും നമ്മൾ നയം രൂപീകരിക്കുന്നവരുടെ നേർക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ വിദേശ നയം ഇങ്ങനെ ആയിക്കൊള്ളണം എന്നുള്ള അങ്ങനെ ഒരു ഡിമാൻഡ് വരുന്നേ ഇല്ല. എല്ലാ കാര്യങ്ങളും ആഭ്യന്തര നയത്തെക്കുറിച്ച് മാത്രമുള്ള ചർച്ചയായിട്ട് മാറും. പക്ഷേ ഈ വിദേശ നയം ആണ് നമ്മെ ഇങ്ങനെയുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം പോലുള്ള സംഗതികൾ കാര്യമായിട്ട് നമ്മുടെ ചർച്ചാ വിഷയമാവേണ്ടതും അതുകൊണ്ടാണ്. നമ്മൾ പൊതു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നിടത്ത് രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടും ഇലക്ഷൻ്റെ സമയത്ത് പ്രത്യേകിച്ചും ഒക്കെ അവരെ ബോധ്യപ്പെടുത്തേണ്ടതും അവരുടെ മേലെ സമ്മർദ്ദം ചെലുത്തേണ്ടതുമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വിദേശ നയം എന്നുള്ളത് സന്തുലിതമായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേർന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്. വലിയ തോതിലുള്ള അമേരിക്കൻ പക്ഷപാതിത്വമാണ് നമ്മൾ. അതിന് വല്ല ലാഭവും ഉണ്ടോ? കൂടുതൽ താരിഫുകളും ഇതുമൊക്കെ വന്ന് നമ്മുടെ സാമ്പത്തിക രംഗം വീണ്ടും പ്രശ്നമുണ്ടാക്കും. ഇറാനെ കുറിച്ച് നമ്മൾ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഏറ്റവും സൗഹൃദമുള്ള രാജ്യമാണ്. അത് ഇസ്ലാമിക് റിപ്പബ്ലിക് വന്നതിന് ശേഷം പ്രത്യേകിച്ചു. കാരണം അതിനു മുമ്പ് ഷായുടെ ഭരണകാലത്ത് അതൊരു അമേരിക്കയുടെ ഒരു ഏറ്റവും സഹായിയായിട്ടുള്ള ഒരു രാജ്യമാണ്. അമേരിക്കൻ പോലീസ്മാൻ ഇൻ ദി ഗൾഫ് എന്നാണ് അതിന് ഷായുടെ ഭരണത്തെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു വെസ്റ്റേൺ ക്യാമ്പിലുള്ള ഒരു രാജ്യമായിരുന്നു ഷായുടെ. ഇറാനിയൻ റവല്യൂഷന് ശേഷം ഈ ചേരുചേര പ്രസ്ഥാനത്തിൽ ഇറാൻ ചേരുകയും ഇന്ത്യക്ക് അതിൽ ഒരു നേതൃത്വം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് നല്ല ബന്ധമുണ്ടാവുകയും കൂടുതൽ അടുത്ത ഒരു ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ. അങ്ങനെ പരമ്പരാഗതമായി സൃഷ്ടിക്കപ്പെട്ടുള്ള ഒരു ബന്ധത്തിലാണ് ഇപ്പോൾ വലിയ വിടവ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ എണ്ണ ഇറക്കുമതി രാജ്യത്തിൽ നിന്നും ഒന്നുമല്ലാതായി മാറുക എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം? ചാബഹാർ പോർട്ട് അവർ നിർമ്മിക്കുമ്പോൾ അത് ഇന്ത്യ നിർമ്മിച്ചോളൂ. ഇന്ത്യക്ക് നൽകിയിരിക്കുന്നു കുറേ ലക്ഷം ഡോളർ അതിനിപ്പം തന്നെ മുടക്കിയിട്ടുണ്ട്. പക്ഷേ അമേരിക്കൻ സാങ്ഷൻ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റാത്ത അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവിടെ കിടക്കും. ആ ചാബഹാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൻ്റെ ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ ഇന്ത്യൻ ഓഷനിൽ നിന്ന് കടന്നു പോകുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോയിന്റില്ല. ഇന്ത്യക്ക് ഇറാൻ സ്ഥലവും പോർട്ടിൻ്റെ ഇതെല്ലാം തന്ന് ഇന്ത്യയോട് നിർമ്മിച്ചുകൊള്ളാൻ പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. അവർ ജനങ്ങൾ ഈ കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ താല്പര്യത്തിന് വിരുദ്ധമായി നമ്മുടെ ഭരണകൂടങ്ങൾ പെരുമാറുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലോക രാഷ്ട്രീയത്തെക്കുറിച്ചും നമ്മുടെ തന്നെ വിദേശ നയത്തെക്കുറിച്ചുമുള്ള രാഷ്ട്രീയ ചർച്ചകൾ നിശ്ചയമായിട്ടും ഉണ്ടാവണം. അത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനോട് പാർലമെൻറ്റിൽ പ്രത്യേകിച്ചും അവരോട് ചോദ്യം ചോദിക്കുകയും അവരെ സമ്മർദ്ദത്തിലാക്കുകയും ഒക്കെ വേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു.